ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻട്രോ ഞാൻ പറയുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ഗേഷ്യ? നിങ്ങളിപ്പോൾ എൻ്റെ പല എപ്പിസോഡുകളിലും ഗേഷ്യ എന്ന് പറയുന്ന ഒരു വേർഡ്, പിന്നെ അതിനെക്കുറിച്ച് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പം പ്രീവിയസ് വീഡിയോയിൽ ഞാൻ അതിനെ കുറച്ച് ബ്രീഫായിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ അത് എന്താണെന്ന് അറിയാൻ വയ്യാത്തവരായിരിക്കും കൂടുതൽ പേരും. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഗേഷ്യ? ജപ്പാനിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം? ഓഫ് കോഴ്സ് ജപ്പാനിലെ നമ്മൾ എല്ലാവരും കിമോണ അറിയാം. കിമോണ ജപ്പാൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് അറിയാം. അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ ടൂറിസ്റ്റുകൾ പോകുന്നവർ അത് എന്താ പറയുക, ജെൻസിനും ഉണ്ട്. അത് കിമോണയല്ല, അത് മൈക്ക എന്ന് പറയും. അത് അവരുടെ ഡ്രസ്സ്, ആ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എല്ലാവരും കിമോണ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പക്ഷേ പലർക്കും ഗേഷ്യ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ കിമോണ ട്രഡീഷണൽ ഡ്രസ്സൊന്നും മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ചരിത്രമുണ്ട്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ അതിൽ ഗേഷ്യ എന്ന് പറയുന്നത് ഒരു കുട്ടി, അതായത് ഒരു കുട്ടിയാകുമ്പം തൊട്ടേ അതിന് ട്രെയിനിങ് കൊടുക്കും. ഞാൻ കുറേ കൊച്ചു ഇതായിട്ട് ബൈറ്റ്സായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥകൾ. അതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മൾ എന്താ പറയുക, ഗേഷ്യ മീൻസ് മാരീഡ് ടു ആർട്ട്, നോട്ട് എ മാൻ. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. ഓക്കെ, അതായത് നമ്മൾ ആർട്ടിനെ ആണ് മാരി ചെയ്യുന്നത്, അല്ലാതെ ഒരു മനുഷ്യനെ അല്ല. എന്ന് വെച്ചാൽ ഒരു മാൻ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അത് എന്താ പറയുക, ലിറ്ററലി അത് ശരിയാണ്. കാരണം ഇപ്പം ആ ട്രഡീഷണലായിട്ടുള്ള ആ ഒരു അത്രയും എന്താ പറയുക, കൾച്ചറൽ എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുന്ന വളരെ കുറച്ച് വിഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞേ, ജപ്പാനിൽ ഞാൻ ഒരുപാട് നാൾ താമസിച്ചതിൻ്റെ 2 തവണയായിട്ട് ഈ 10 മന്ത്സിനുള്ളിൽ ഞാനൊരു 3 മാസത്തോളം താമസിച്ചതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും, പിന്നെ ഏറ്റവും കൂടുതൽ ഗേഷ്യകൾ നമ്മൾ കാണുന്നത് ക്യോട്ടോയിലാണ്. അപ്പോൾ ഞാൻ ഈ 2 തവണയും ക്യോട്ടോയിൽ താമസിച്ചിരുന്നു. ഓക്കെ, അപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫിലിം കണ്ടു. നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കണ്ടിരുന്നു, ഒരു ജാപ്പനീസ് മൂവി. ആ ജാപ്പനീസ് മൂവിയിൽ അതിൻ്റെ പേര് ഗേഷ്യ എ സ്റ്റോറി എന്നോ മറ്റോ ആണ്. ഓക്കെ, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അങ്ങനെ സ്വപ്നം കാണുന്ന കൂട്ടത്തിലായിരുന്നു ഞാനും. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളിലുള്ളത് മുഴുവനും ഞാൻ ഓരോ രാജ്യങ്ങൾ, അതായത് ഈ ഭൂമിയിലുള്ള ഓരോരോ രാജ്യത്ത് പോവുക, കാഴ്ചകൾ കാണുക, ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ ദൈവം സഹായിച്ച ആ ഒരു സ്വപ്നം നമ്മുടെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ചൊക്കെ എനിക്ക് സാധിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ കുറച്ച് രാജ്യങ്ങളിൽ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്ക് കാണാൻ പറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഹാർഡ്ലി 2 ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ ഞാൻ യാത്ര തുടങ്ങിയിട്ട്, അത് ഒറ്റയ്ക്കുള്ള യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ തന്നെ ജപ്പാൻ 2 തവണ പോകാനും ഇത്രയും നാൾ താമസിക്കാനും ആൾക്കാർ വിശ്വസിക്കില്ല. ഓക്കെ, നോബഡി ബിലീവ്സ് ലൈക്ക് ദാറ്റ്. സോ കാരണം ജോബിനോ അല്ലെ അവിടെ സ്റ്റേ ചെയ്യുന്നവരോ അല്ലാതെ കൊണ്ട് വേറൊരു കൺട്രിയിൽ നിന്ന് വന്നിട്ട് ഇത്രയും നാൾ നമ്മൾ ഹോട്ടലുകളിലല്ലേ താമസിക്കണമല്ലോ. അപ്പോൾ അത് അൺബിലീവബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ അറൗണ്ട് 85 days ടോട്ടൽ. സോ ഇറ്റ്സ് മേ ബി അതൊരു റെക്കോർഡായിരിക്കും. ഓക്കെ, എനിവേ എന്താ കാര്യം എന്ന് വെച്ചാൽ, ബിക്കോസ് ഐ ലവ് ദാറ്റ് കൺട്രി, ഐ ലവ് ജപ്പാൻ. സോ നമുക്ക് കൾച്ചറലായിട്ടും എന്താ പറയുക,
ഒരുപാട് നമ്മൾ എന്താ പറയുക ഹിസ്റ്റോറിക്കലായിട്ടും എല്ലാം ആ ഒരു പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും ഡിസാസ്റ്റർ, ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ ഉള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ. ഇത്രയും ഡിസാസ്റ്റർ ഉണ്ടായിട്ട് ഇതെല്ലാം അത്രയും നന്നായിട്ട് ഇത് പാലസുകളാവട്ടെ, എന്താ പറയുക, കാസിൽസ് ആവട്ടെ, എല്ലാം ഓരോ ചെറിയ കാര്യങ്ങളായിട്ട് ഷ്രൈൻസ് ആവട്ടെ എല്ലാം നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സോ ആ ഒരു അതൊന്ന് കാണുക, അവിടുത്തെ എന്താ പറയുക അതൊന്ന് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു വേറൊരു വൈബാണ്. നമുക്ക് എത്ര പോയവർക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലാതെ എന്താ പറയുക പോയി ജസ്റ്റ് ഒരു ഓടിപ്പോയി അത് കണ്ടു ഇത് കണ്ടു ഇങ്ങനെ വന്നു കുറച്ച് ദിവസം ടോക്കിയോയിൽ അങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല. ഞാൻ അതിൻ്റെ ഒരുപാട് പ്രിഫെക്ചറുകൾ അറൗണ്ട് ഐ തിങ്ക് 47 പ്രിഫെക്ചേഴ്സാണ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഐ തിങ്ക് സോ അപ്പോൾ അത് എന്താ പറയുക അതിൽ തന്നെ ഒരു പകുതി കൂടുതൽ ഞാൻ കണ്ടു കഴിഞ്ഞു ഇപ്പം തന്നെ. ഓക്കെ, അത് ജനം പോകുന്നതുണ്ട് പോകാത്തതുണ്ട്, അതെൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാം. കാരണം ചിലയിടത്ത് നിങ്ങൾക്ക് ഒരു ടൂറിസ്റ്റിനെ കാണാൻ പറ്റില്ല. ഓക്കെ, സോ ടൂറിസ്റ്റുകൾ കാരണം നിങ്ങൾക്കറിയാം ഇറ്റ്സ് എ ഹൈലി എന്താ പറയുക എക്സ്പെൻസീവ് കൺട്രിയും കൂടാണ് ജപ്പാൻ. ഓക്കെ, ഇത്രയും നേച്ചർ അങ്ങോട്ട് എന്താ പറയുക നേച്ചർ ബ്ലെസ്ഡ് ആണ്. എവറിത്തിങ് ഈസ് ദെയർ. നേച്ചർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഞാൻ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞായിരുന്നു ഇരുന്നത് എപ്പോഴും. ഓക്കെ, സോ ഓഫ് കോഴ്സ് സ്വിറ്റ്സർലൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, സ്വിറ്റ്സർലൻഡിലും ഭാഗ്യത്തിന് എനിക്ക് പോയി ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് അങ്ങനെ എടുക്കുന്ന ഇത് തുടങ്ങിയത് ഇപ്പോൾ 1 വർഷത്തിന് മുമ്പാണ് ഈ വീഡിയോസ് എല്ലാം എടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ചാനൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ ഞാൻ ഫോട്ടോസ് മാത്രമേ അന്നും എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആ കൺട്രികളെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് വീണ്ടും പോകേണ്ടി വരും. ഓക്കെ, സോ അല്ലാതെ അത് പറ്റില്ല. അപ്പോൾ ഈ രാജ്യത്തെന്ന് പറയാനായിട്ട് നമ്മളെ വീണ്ടും കൊതിപ്പിക്കുന്ന എന്തോ ഉണ്ട് അവിടെ. ഓക്കെ, സോ പോയിട്ട് വന്ന നമ്മൾ ഫസ്റ്റ് തവണ 30 ഡേയ്സ്. ഓക്കെ, അപ്പം 30 ഡേയ്സ് നമ്മൾ ഇത്രയും ദൂരത്തെ വേറൊരു രാജ്യത്ത് ഓഫ് കോഴ്സ് പോയി നിൽക്കുകയാണ് ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം. ഓക്കെ, അബ്സല്യൂട്ട്ലി ഒറ്റയ്ക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നും നാട്ടിലെ ഭക്ഷണം അല്ലെ വീട്ടിലെ ഭക്ഷണം, നമ്മൾ എപ്പോഴും അങ്ങനെയൊക്കെ ഒരു മിസ്സിങ് ലിങ്ക്സ് ഉണ്ടാവുമല്ലോ. യു ഡോണ്ട് ബിലീവ് ഐ നെവർ എവർ മിസ്ഡ് ദാറ്റ് തിങ്സ്. ബിക്കോസ് എന്താ എനിക്കറിയില്ല, ബിക്കോസ് ഐ വാസ് എൻജോയിങ് ലൈക്ക് ദാറ്റ്. ആ 30 ഡേയ്സും റണ്ണിങ് ഒരു ദിവസം കൂടെ കളയാണ്ട് ഓട്ടമായിരുന്നു. ഒരു സമയത്ത് ഒരു ദിവസം പറ്റാവുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പ്രിഫെക്ചർ എന്നാണ് പറയുന്നത്, എത്ര ഡെസ്റ്റിനേഷൻസ് ഉണ്ടോ ആ ഡെസ്റ്റിനേഷൻസ് മുഴുവൻ ഞാൻ കവർ ചെയ്യുമായിരുന്നു ഫസ്റ്റ് ടൈം തന്നെ. ഓക്കെ, അങ്ങനെ എന്താ പറയുക ഒരു അത്രത്തോളം ഞാൻ എന്താ പറയുക ഓടി നടന്ന് കണ്ടിട്ടും തിരിച്ച് ഫ്ലൈറ്റിലിരുന്നപ്പം എല്ലാവർക്കും നാട്ടിലോട്ട് വരുമ്പോൾ ആ ഒരു സന്തോഷമൊന്നും എൻ്റെ മനസ്സിൽ ഇത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ശരിക്കും. ഓക്കെ, സോ എനിക്ക് ഭയങ്കരമായിട്ട് അത് എന്താ പറയുക അങ്ങനൊരു തോന്നിയത്, തീർന്നു പോയോ അത് ഇത്ര ദിവസത്തെ. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ ആ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സിക്കായി. ഓക്കെ, 30 ദിവസത്തെ ക്ഷീണം അപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഓക്കെ വീണ്ടും ഇവിടെ വന്ന് നമ്മൾ സാധാരണ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു 3-4 ഡേയ്സ് ഞാനങ്ങ് സ്ലീപ്പിംഗ് തന്നെയായിരുന്നു. ഉറക്കം ആ ഓട്ടവും ക്ഷീണവും ഒക്കെ അങ്ങനെ. ഒരാഴ്ച കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, വീണ്ടും എനിക്ക് പോകണം എന്നുള്ള ഒരിതായിരുന്നു. ഓക്കെ, സോ ആ ഒരു വൈബായിരുന്നു എനിക്ക് എപ്പോഴും. ഓൾവേസ് ഇറ്റ്സ് ലൈക്ക് നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യം കൂടാണ്. കാരണം എല്ലാവർക്കും അറിയാം ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വെറൈറ്റി ഫുഡ്സ് കിട്ടുന്നവർ. ഞാനൊരു ഫുഡിയേ അല്ല, എന്നിട്ട് കൂടെ എന്താ പറയുക എന്നെ ഫുഡോ മറ്റുള്ളതൊന്നും അല്ല കൊതിപ്പിച്ചത് കേട്ടോ അങ്ങോട്ട് പോകാൻ. ഓഫ് കോഴ്സ് അവിടുത്തെ എനിക്ക് എന്താ പറയുക അവിടുത്തെ ബേക്കറികളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ കാണാം. ഞാൻ ആകെ പോകുന്ന ബേക്കിംഗ് തിങ്സ് ഉള്ളിടത്തൊക്കെ ആയിരിക്കും. ഓക്കെ, അവിടെ നമ്മുടെ പാരീസിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെ ഇല്ല, പാരീസിൻ്റെ ഒരുപാട് പ്രൊഫസർ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു നമുക്ക് അതുകൂടെ ആ നല്ല ബേക്കിംഗ് അതൊക്കെ കിട്ടുമ്പോൾ ഫ്രഞ്ച് ബേക്കറിയുടെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ പറയാൻ വന്നത്. ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നുമല്ല, ഇതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഗേഷ്യ എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല, അത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
അതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇപ്പം കുറച്ച് പേർക്കൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ അതറിയാം, കാരണം കുറേ ട്രാവൽ ചെയ്യുന്നുണ്ട്. പൊതുവെ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ആർട്ടിക്കിളും കുറേ ഡോക്യുമെൻ്ററികളും കുറേ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂവിയാണ് എന്നെ ഒത്തിരി ഇൻസ്പയർഡ് ചെയ്തത്. കാരണം നമ്മൾ ആ ട്രഡീഷണൽ ആയിട്ടുള്ള അത് ജാപ്പനീസിൽ തന്നെ ലാംഗ്വേജിൽ തന്നെ ഞാനത് കാണാനും ശ്രമിക്കും. ഓക്കെ, അങ്ങനെ അറിയില്ലെങ്കിൽ കൂടെ എന്താ പറയുക, ആ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ കൾച്ചർ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു എന്താ പറയുക, ആ മൂവി കണ്ടപ്പം തൊട്ട് എനിക്ക് ഗേഷ്യയുടെ ലൈഫിനെ കുറിച്ച് പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി കൂടുതൽ. ഓക്കെ, സോ പിന്നെ എനിക്ക് ജപ്പാനിൽ പോകുമ്പം അതിന് മുമ്പൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ച് എന്താ പറയുക റോസ് ഗാർഡൻസ് അതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ കാണേണ്ടത്. നമ്മൾ ടി വിയിൽ ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് യൂട്യൂബിലൊക്കെ കാണാം നല്ല നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയ ഒക്കെ കാണുമ്പോൾ. പിന്നെ ക്യോട്ടോ ഓഫ് കോഴ്സ് എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ക്യോട്ടോയിൽ ആ എന്താ പറയുക ഡൗൺ ടൗണിൽ കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്, ഒരു കുടയൊക്കെ പിടിച്ച്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതെന്താ പറയുക വെച്ചാൽ നമ്മൾ സ്വപ്നം കാണാൻ നമ്മൾ പറയണം, സ്വപ്നം കാണണമെന്ന് പറയുന്നത് സത്യമാണ്. കാണണം, എല്ലാവരും സ്വപ്നം കാണണം. കാരണം എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. നല്ല സ്വപ്നങ്ങൾ കാണണം. ഓക്കെ, സോ അങ്ങനെ ഞാൻ കണ്ട നല്ല കുറേ സ്വപ്നങ്ങളിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ യാത്രയിലൂടെ എനിക്ക് സാധിച്ച്. ഓക്കെ, അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം എന്താ പറയുക, ഈ ഗേഷ്യകളുടെ ലൈഫ് അറിയണം, ആ കൾച്ചറിൽ കൂടെ ഒന്ന് സഞ്ചരിക്കണം, അവിടെ താമസിക്കണം കുറേ നാൾ, അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ബ്ലെസ്സിങ് പോലെ ഞാൻ പറഞ്ഞു. കമാക്കുറയിൽ ഞാൻ താമസിച്ചത്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് എൻട്രി അങ്ങോട്ട് കയറുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതൊരു ഗേഷ്യ ഹൗസാണ്. സോ അതും എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ഹോട്ടൽ മാത്രം ഞാൻ എന്താ പറയുക യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്നും പെട്ടെന്ന് ആ ഒരു കൾച്ചറിൽ നിന്ന് പെട്ടെന്ന് ഞാനൊരു ഗസ്റ്റ് ഹൗസ് കൾച്ചറിലോട്ട് മാറിയത് ആദ്യമായിട്ട് അപ്പോഴായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു വേറെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഒക്കെ ഭയങ്കര ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഓക്കെ, അതിനുശേഷമാണ് ഇപ്പോൾ ക്യോട്ടോയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് തവണ ഞാൻ വന്നപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറയുമായിരുന്നു ഒരു ഗേഷ്യയെങ്കിലും എനിക്കൊന്ന് കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയില്ല. ഓക്കെ, കണ്ടില്ലെന്നല്ല, അത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു വേഷനായിരുന്നു. അവരെ ഒരു സ്ത്രീയെ കണ്ടിരുന്നു ഞാൻ, അല്ലാതെ ആരെയും കണ്ടില്ല. ഓക്കെ, ഇത് നമ്മൾ പറയത്തില്ല, ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം ദൈവം തന്നതുപോലാണ് ശരിക്കും. യു ഡോണ്ട് ബിലീവ് അത്. എന്താ പറയുക, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് കാരണം ഞാൻ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്രയും പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കഴിയുമെങ്കിൽ അത് മുഴുവനും കാണുക, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഓക്കെ, ഒരുപാട് ബ്ലെസ്സിങ്സ് മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്, അപ്പോൾ എന്താ പറയുക, അറിയാൻ വയ്യാത്തവർക്ക് ഒന്നുകൂടെ പറയുന്നു, ഗേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവർ പെർഫെക്ഷനലിസ്റ്റാണ്. ഓക്കെ, ബൈ പ്രൊഫഷൻ ദേ ആർ എൻ്റർടൈനേഴ്സ്. അപ്പം ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ മനുഷ്യരിലുള്ള ഒരു എന്താ പറയുക തിങ്കിങ് പല തരത്തിലാണ്. ഓക്കെ, സോ നമ്മൾ ഒരു നർത്തകിയെ അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുന്ന ആളെ അല്ലെങ്കിൽ ഒരു ശില്പിയെ കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ളവർക്കേ പറ്റുള്ളൂ. ബൈ ബോൺ അവർക്ക് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പില്ലാത്തവർക്ക് നല്ലൊരു ചിത്രം വരയ്ക്കാൻ അതിനൊക്കെ ഇത് എന്താ പറയുക, അതെല്ലാവരെയും കൊണ്ടും പറ്റില്ല. നന്നായിട്ട് പാട്ട് പാടാൻ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ നടന്ന് പാടുന്ന പോലൊന്നുമല്ല, നല്ലതായിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു നടന്. ഓക്കെ, അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു ബർത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പോടെ വരുന്ന ഭൂമിയിലേക്ക് വരുന്ന ആൾക്കാരാണ് അവരൊക്കെ. സോ നമ്മൾ അവരെയൊക്കെ അതുകൊണ്ടാണ് സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ ഒരു
വിഭാഗം ആൾക്കാരാണ് ഗേഷ്യ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും കൂടുതലും സ്ത്രീകളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു പുരുഷന്മാർ പെർഫോമൻസ് ഇല്ലെന്നല്ല, ഓക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അവരെന്ന് പറഞ്ഞാലായിട്ട് അവരുടെ ഒരു ചെറിയ പ്രായം തൊട്ട്, അതായത് ഒരു എബവ് 5-6 ഇയേഴ്സ് തൊട്ട്, അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സ് അവർക്ക് പീരീഡിൽ ഉണ്ടാവും അവർക്ക് ട്രെയിനിങ്. അതായത് വളരെ ടഫ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു നല്ല നർത്തകനാവുന്നതും അല്ലെങ്കിൽ നർത്തകിയാവുന്നതും ഒക്കെ അവർ ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക, ഒരു നൈറ്റ് കൊണ്ടൊന്നും ആവുന്നതല്ല. ഓക്കെ, സോ ഇറ്റ്സ് ഒരുപാട് അവരുടെ എന്താ പറയുക, ചിലർ കുഞ്ഞിലേ തൊട്ടേ തുടങ്ങുന്ന ഒരുപാട് കഷ്ടപ്പെട്ട് അത്രയും ട്രെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒരു പെർഫോമറായി മാറുന്നത്. അതേപോലെ തന്നെയാണ് ഇവരും. ഓക്കെ, നന്നായിട്ട് ഇതിനകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലായിട്ട് ഒരു നമ്മളിപ്പോൾ ഒരു നർത്തകനിലോ അല്ലെങ്കിൽ ഒരു ആക്ടറിലോ ഒക്കെ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവാം. ഇതങ്ങനെയല്ല, ഇത് എല്ലാവരെയും ഒരേപോലെ പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അത്രയും പെർഫെക്ഷണലിസ്റ്റാണ്. രണ്ടാമത് എൻ്റർടൈനേഴ്സാണ്. അപ്പോൾ അതായത് അവരൊരു സെർവ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അത് അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ എനിക്ക് ടീ സെറമണിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ, പക്ഷേ അത് ഇതുപോലുള്ളൊരു സിറ്റുവേഷനിലല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലത്ത് അതുണ്ടായിരുന്നു അവിടെ. പക്ഷേ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവിടെ എന്താ പറയുക, ടിക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം വിത്തൗട്ട് ടീ സെറമണിയിൽ ഞാൻ എങ്ങനെ കയറി എന്നുള്ളതൊക്കെ അതൊക്കെ ഉണ്ട് അതിനകത്ത്. സോ അപ്പോൾ ഇത് അവരുടെ ആ ഒരു പെർഫോമൻസ് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ആ പെർഫോമൻസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഷൂട്ടിംഗ് അലൗഡ് അല്ല. ഓക്കെ, അത് എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നാടകങ്ങളോ ഒക്കെ എനിക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനല്ലായിരുന്നു ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അങ്ങനെ ഞാൻ ലൈവായിട്ടൊന്നും അധികം കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളതും പോയിട്ടുള്ളതും കുറച്ച് മ്യൂസിക് കൺസേർട്ട്സൊക്കെ ഇവിടെ സിറ്റിയിലൊക്കെ ഉള്ളപ്പോൾ അതിന് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ലൈവ് പെർഫോമൻസ്, ഒരു നാടകം ഒക്കെ ജീവിതത്തിൽ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. ഓക്കെ, പക്ഷേ ഇത് എനിക്കെല്ലാം ഒരു വേദിയിൽ പറ്റി എന്നുള്ളതാണ്. അറൗണ്ട് 40, അതായത് ഒരു ഗേഷ്യയിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിലൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഐ തിങ്ക് ഇറ്റ്സ് 37 ഒറ്റയടിക്ക് അത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെർഫോമൻസ്. അതെനിക്ക് എങ്ങനെ നിങ്ങളോട് പറയണം എന്ന് എനിക്കറിയില്ല. ഒരു അമേസിങ് എക്സ്പീരിയൻസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കാണാൻ ഞാൻ പോയി കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ എല്ലാം നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കാണേണ്ട കാഴ്ചകളൊക്കെ എന്നെക്കൊണ്ട് എൻ്റെ ഒരു ഫോണിൽ ഒതുങ്ങുന്ന ചെറിയൊരു ഫോണിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് എനിക്ക് എന്താ പറയുക, അവിടെ വീഡിയോ അലൗഡ് അല്ല അകത്ത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ അത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ജീവിതത്തിൽ ആരെങ്കിലും എന്നെങ്കിലും, എല്ലാ വർഷവും എപ്പോഴും ഇല്ല, എല്ലാ സമയത്തും ഇല്ല, അത് ഞാൻ ഈ പോയത് ആ ഒരു പീരീഡിൽ മാത്രം, വളരെ കുറഞ്ഞ ദിവസത്തിൽ മാത്രമേ ഉള്ളായിരുന്നു. അതിൽ ഏകദേശം എൻ്റോട് എടുക്കുമ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. ആ പിന്നെ ഒരു 1 വീക്കും കൂടെ എന്തോ 1 വീക്ക് ഇല്ല. ഓക്കെ, 3-4 ഡേയ്സിനുള്ളിൽ അത് എൻഡ് ചെയ്യുമായിരുന്നു. അതും എന്താ പറയുക, ആ വീഥികളിലൂടെ, അതായത് ഗിയോൺ ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത് ഇവർ താമസിക്കുന്ന ഏരിയ. ആ ഗിയോൺ ഡിസ്ട്രിക്റ്റിൽ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനും എന്താ പറയുക, ഇറങ്ങി നടന്നാലൊരു 2 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ആ ഗിയോൺ സ്ട്രീറ്റിലൂടെയാണ് നടക്കുന്നത്. എന്താ പറയുക, ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് ഗേഷ്യകളെ കണ്ടു. ഓക്കെ, ഇൻട്രാക്ട് ചെയ്തു. അതാണ് ഏറ്റവും കാരണം അതായത് ഇപ്പം പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഇതിൽ തന്നെ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, പക്ഷേ അത് വീഡിയോ അലൗഡ് അല്ല എടുക്കാൻ. ഓക്കെ, കാരണം അതിൻ്റെ നടത്തുന്ന അതിൻ്റെ കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവ് ചീഫ് ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു. അവരാണ് ഞാനതിനകത്ത് കയറാനുള്ള കാരണം. അതൊക്കെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണാം, നിങ്ങൾക്കത് കാണാം, ഞാൻ പറയുന്നുണ്ട്. സോ അതൊക്കെ പറ്റി. പിന്നെന്താ പറയുക, കാരണം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി.
ഒരു 100 വർഷത്തിന് മേളിൽ പ്രായമുള്ള ഒരു അപ്പൂപ്പൻ എനിക്ക് ആ ഡ്രസ്സ് ധരിച്ച് ഒരു ദിവസം മൊത്തം ഞാൻ എന്താ പറയുക ആ വീഥികളിലൂടെ നടക്കുകയും ആ ഒരുപാട് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്നെ കണ്ടിട്ട് കുട്ടികളും ഫോറിനേഴ്സ് കുട്ടികൾ ജീൻസ് ഗേഷ്യ ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കേക്ക് പറഞ്ഞുകൊണ്ട് പോയത്. ഓക്കെ, സോ അതായത് ഞാൻ കുറച്ച് കോസ്റ്റ്ലിയാണ് ആ ഡ്രസ്സുകളൊക്കെ. അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ട്രഡീഷണലായിട്ട് തോന്നുന്ന കുറച്ച് കോസ്റ്റ്ലി ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു എങ്കിൽ പോലും കോസ്റ്റിൻ്റെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ഡ്രസ്സ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധരിക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്രയും പ്രായമായ ആ അപ്പൂപ്പനെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എന്നെ കണ്ടപ്പോൾ ഓടി വന്ന്, സാധാരണ അവരാരെയും ഹഗ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യില്ല, ഓടി വന്ന് എൻ്റെ അടുക്കലോട്ട് ഇങ്ങനെ എൻ്റെ ഹഗ് ചെയ്യുന്ന പോലെ ഓടി വന്ന് ഇട്ട് കൈയൊക്കെ വിറക്കിയ പാവം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ആക്ച്വലി. അവിടെ ഒരു ഫോറിനർ അയാൾ മനുഷ്യനത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഓടി വന്ന് അപ്പൂപ്പൻ്റെ വടിയൊക്കെ താഴെ പോയി പാവം. വന്നിട്ട് ഒത്തിരി സമയം സംസാരിച്ചു ഒക്കെ. എന്താ പറയുക, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, സോ അത് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലോട്ട് വരുന്നത്. പ്ലീസ് വാച്ച് ഇറ്റ്. ഓക്കെ, താങ്ക് യു.